അദ്ദേഹത്തിൻ്റെ സഹതാരങ്ങളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഒക്കെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതും സംസാരിക്കുന്നതും ഓർത്തെടുക്കുന്നതും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ കൂടെയും ഒരു അതിഥി അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ, അദ്ദേഹവുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സിനിമാ താരവും സലിം കുമാറിൻ്റെ അടുത്ത സുഹൃത്തുമായ സുബീഷ് സുധിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സുബീഷേട്ടാ, സ്വാഗതം. അറിയാം, മാനസികമായി വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്, ഒരു സമയം തന്നെയാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ 24-നൊപ്പം ചേരുകയാണ്. ഓർത്തെടുക്കാമോ സലിം കുമാർ എന്ന വ്യക്തിയെ, ആ ഒരു സുഹൃത്തിനെ? നിങ്ങൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും ശരിക്കും റിയലായിട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. കാരണം സലീമേട്ടനെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ തന്നിലേക്ക് ഒതുങ്ങുന്ന വർത്തമാന കാലഘട്ടത്ത് സഹജീവികളെക്കുറിച്ച് കൃത്യമായിട്ട് പരിഗണിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ സലീമേട്ടനെ കുറിച്ചുള്ള എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൃത്യമായി അനുഭവിച്ച ആളാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ 3 സിനിമകളിലും അഭിനയിക്കാൻ പറ്റിയ ഒരാളാണ് ഞാൻ. അതുമാത്രമല്ല, പിന്നെ പ്രളയത്തിൻ്റെ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സലീമേട്ടൻ പിന്നെ അവിടെ കുടുങ്ങിപ്പോയി. അപ്പോൾ ഞാനൊക്കെ ഇൻവോൾവ് ആയിരുന്നു സലീമേട്ടനെ അവിടുന്ന് ഇതാക്കി എടുക്കാൻ. അതിലും ഒരു സലീമേട്ടൻ ഒരുപാട് രസകരമായ കഥകൾ കണ്ടെത്തി. ഒരാൾ വീട് മുങ്ങിപ്പോകുമ്പോഴും സലീമേട്ടൻ അത് വളരെ അതിനുശേഷം എന്നോട് രസകരമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കണ്ണൂരിൽ നിന്ന് കലക്ഷൻ സെൻറ്ററിൽ, അപ്പോൾ ഞാൻ കണ്ണൂരായിരുന്നു, അപ്പോൾ കലക്ഷൻ ഇവിടെ മധ്യ കേരളത്തിൽ മൊത്തം പ്രളയമാണല്ലോ. അപ്പോൾ ഒരു ലോഡ് സാധനമായിട്ട് ഞാൻ പറവൂരേക്ക് സലീമേട്ടൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ പറവൂരോട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് സലീമേട്ടൻ പറഞ്ഞിടത്തേക്ക് ഞാനും സലീമേട്ടനും എൻ്റെ സുഹൃത്ത് അബി അങ്ങനെ 2-3 ആൾക്കാരാണ്, എനിക്ക് പേര് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ പോവുകയാണ്, അങ്ങോട്ടേക്ക് പോവുകയാണ്. സലീമേട്ടനാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു സാധനം കൊടുക്കുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പാണ്, ഒരുപാട് പാവപ്പെട്ട മനുഷ്യന്മാർ ഇങ്ങനെ കഴിയുകയാണ്. അപ്പോൾ ഒരാളൊരു ഭയങ്കര സംഭവം കാണിച്ചു. അയാൾ ക്യൂ നിന്നിട്ട് രണ്ടാമതും വന്ന് സാധനം മേടിക്കാൻ വേണ്ടി ക്യൂ നിന്നു. അപ്പോൾ ഇത്രയും ആൾക്കാർക്കിടയിൽ പിന്നെ സലീമേട്ടൻ അത് നോട്ട് ചെയ്ത്. അപ്പോൾ സലീമേട്ടൻ അയാളോട് ഭയങ്കരമായിട്ട് തർക്കിക്കുന്നുണ്ട്. കാരണം മനുഷ്യന് നീതി കിട്ടാൻ വേണ്ടി ഏത് അറ്റം വരെയും പോകുന്ന ഒരാളാണ് സലീമേട്ടൻ. ഞാൻ സലീമേട്ടൻ്റെ കൂടെ 10ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തിൻ്റെ അപ്പുറത്ത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചുള്ള വലിയൊരു നഷ്ടമാണ്. കാരണം സലീമേട്ടനും ശ്രീനിയേട്ടനും ഒരു 6 മാസം കൂടി ഞാൻ പോയി. ഈ 2 പ്രതിഭകളായിരുന്നു എൻ്റെ റോൾ മോഡൽ. അതുമാത്രമല്ല, അവരെ ജീവിതത്തിൽ തൊട്ടറിയാൻ സാധിച്ച ഒരാളാണ് ഞാൻ. സലീമേട്ടനും ശ്രീനിയേട്ടനും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 2-3 വർഷം മുന്നേ, 3-4 വർഷം മുന്നേ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ശ്രീനിയേട്ടൻ അസുഖമെന്ന് പറഞ്ഞാൽ ഞാനും സലീമേട്ടന് പോവാണ്. കാരണം ശ്രീനിയേട്ടനോട് എനിക്ക് ആത്മബന്ധമുണ്ട്, സലീമേട്ടനോടും ആത്മബന്ധമുണ്ട്. അപ്പോൾ ഇവർ സംസാരിക്കുന്നത് അവരെ ആരോഗ്യത്തെക്കുറിച്ചോ അവരെ സ്വാർത്ഥ കാര്യങ്ങളെക്കുറിച്ചല്ല. ഞാനും സലീമേട്ടനും ശ്രീനിയേട്ടനുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അവരെ സഹജീവികളെക്കുറിച്ച്, എന്നെക്കുറിച്ച്, മറ്റുള്ളവരെ കുറിച്ച്. അപ്പോൾ എനിക്ക് വളരെ 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 ഭയങ്കര, നമ്മളിപ്പം ജീവിതത്തിൽ ഒരുപാട് സമ്പത്ത് കിട്ടുന്നതിൻ്റെ അപ്പുറത്താണ് ഇവരെ കൂടിയുള്ള സഹവർത്തിത്വം എന്ന് പറയുന്നത്. ഇവരെ കൂടെയൊക്കെ ജീവിതത്തിൽ യാത്ര ചെയ്യുക പറയുന്നത് വലിയ ഭാഗ്യമാണ്. പക്ഷേ സുബീഷ് ചേട്ടാ, നമുക്കറിയാം സലിം കുമാർ എന്ന് പറയുന്ന വ്യക്തിയെ നോക്കുകയാണെങ്കിൽ വളരെ പ്രൗഡായി തന്നെ ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഏറ്റവും ഒടുവിൽ നോക്കുകയാണെങ്കിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം പറവൂരുകാർ നൽകിയ ആ ഒരു സ്വീകരണത്തിലൊക്കെ മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തിയാണ്. സുബീഷ് ചേട്ടനെ നോക്കുകയാണെങ്കിൽ രാമന്തളി ഒരു പാർട്ടി ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആളാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. അപ്പോൾ ഒരു ടോം ആൻഡ് ജെറി ബന്ധമായിരുന്നു, എങ്ങനെയായിരുന്നു? പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവില്ലേ? തീർച്ചയായും സലീമേട്ടൻ ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിലും സലീമേട്ടൻ ഒരു പുരോഗമന ചിന്താഗതി കൊണ്ടു കിടക്കുന്ന ഒരാളായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2016 ഒരു ഇലക്ഷൻ കാലത്ത് അദ്ദേഹം പി ജയരാജൻ എന്ന് പറയുന്ന ജയരാജേട്ടൻ, എൻ്റെ പ്രിയപ്പെട്ട ഒരാളെ, അത് കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ ഫാൻ ബോയിയാണ്. കാരണം പുതിയ വർത്തമാന കാലഘട്ടത്തിൽ മൂല്യച്യുതികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന CPM നേതൃത്വത്തിൽ കളങ്കരഹിതമായ ഒരാളെന്ന നിലയിലാണ് ജയരാജനെ സലീമേട്ടൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ 2016 ഒരു ഇലക്ഷൻ കാലത്ത്, എനിക്കിപ്പോഴും ഉണ്ട്, ഒരു ഏപ്രിലിൻ്റെ ഒരു കാലത്ത് സലീമേട്ടൻ ജയരാജൻ എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ ഒന്ന് നീ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അത് സലീമേട്ടൻ പറയുന്നത് വലിയ ആഗ്രഹം. അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു നിസ്സാരമാണ്. അപ്പോൾ ഞാൻ ജയരാജനോട് പറഞ്ഞു ഇങ്ങനെ സലീമേട്ടൻ. അപ്പോൾ ജയരാജന് ഭയങ്കര സംഭവം. അപ്പോൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ മാധ്യമങ്ങളൊക്കെ വന്നു. അപ്പോൾ സലീം കുമാർ കോൺഗ്രസ്സിലേക്ക് പോകുന്നില്ല, അല്ല CPMലേക്ക് വരുന്നില്ലൊരു പ്രൊപ്പഗാണ്ട അവിടെ സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ അത് കേട്ട് ഇന്നത്തെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, നമ്മളൊക്കെ സലീമേട്ടനിൽ നിന്നാണ് ഞാൻ പഠിച്ചത്, സതീശേട്ടൻ എന്നാണ് ഞാനും വിളിക്കുക, സതീശേട്ടൻ വിളിക്കുകയാണ്. അപ്പോൾ
സലീമേട്ടനെ വിളിച്ചപ്പോൾ സലീമേട്ടനോട് സതീശേട്ടൻ ചോദിക്കുകയാണ്, എന്താ സലീമെ നീ നമ്മളെ വിട്ടു പോവുകയാണ്. അപ്പോൾ സലീമേട്ടൻ പറയുന്നുണ്ട്, സതീശേട്ടൻ പോയി കഴിഞ്ഞാൽ ഞാൻ കോൺഗ്രസ് വിടില്ല. അപ്പോൾ അത് സലീമേട്ടൻ അവിടെ വെച്ച് പറയുകയും സലീമേട്ടന് കൃത്യമായിട്ട് ഒരു ബോധ്യം ഉണ്ടായിരുന്നു, ഇടതുപക്ഷം ഇവിടെ നിലനിൽക്കണമെന്നും പിന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയം പിന്നെ പാർട്ടിയിലെ കൃത്യമായിട്ടുള്ള ഒരു അനുഭവം, അത് ഏത് പ്രതിസന്ധി കാലഘട്ടത്തിലും എല്ലാവരും പറയുന്ന പോലെ ഞാൻ കോൺഗ്രസിന് വേണ്ടി അയാൾ വാദിക്കും, ഭീകരമായിട്ട് അയാൾ വാദിക്കും. നമ്മളൊക്കെ ചില സമയത്ത് എന്നെ വിളിക്കുന്നത് വെച്ചാൽ ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പോയിന്റുകൾ പറയുന്ന ഒരാളാണ്. ഇപ്പോൾ ലാസ്റ്റ് എന്നെ വിളിച്ചത് അയാൾ ഭയങ്കര സങ്കടത്തോട് പറഞ്ഞു, CPM ഇവിടെ തിരിച്ചു വരണം, നിൻ്റെ പാർട്ടി തിരിച്ചു വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരും. അപ്പോൾ സലീമേട്ടൻ പറയുന്നില്ല കുറച്ച് വിഷമാണെന്നൊക്കെ, പക്ഷെ ഞാൻ പറഞ്ഞു എല്ലാം വരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സലീമേട്ടൻ എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയം പറയുന്നത്, ഈ രാഷ്ട്രീയം സലീമേട്ടൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന യഥാർത്ഥ ഒരു മനുഷ്യനാണ്. അപ്പം രാഷ്ട്രീയത്തിലൂടെ മാത്രമേ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരിലൂടെ മാത്രമേ മറ്റുള്ളവരുടെ യാതനകളും പ്രശ്നങ്ങളും സോൾവ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് സലീമേട്ടൻ രാഷ്ട്രീയത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതെ, തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗ സമയത്തും അദ്ദേഹത്തെ വളരെയധികം സ്നേഹിക്കുന്ന താങ്കൾക്കും അദ്ദേഹത്തിൻ്റെ മറ്റുള്ള അടുപ്പക്കാർക്കും ഒക്കെ അത് സഹിക്കാനുള്ള ആ ഒരു ത്രാണി ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ സുബീർ സുധി. ഈ ഒരു ഘട്ടത്തിൽ ഇത്രയും സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ 24-നൊപ്പം ചേർന്നതിന് നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.